ഹസ്ബൻഡ് അവനെ മേടിച്ച് എടുത്ത് നിൽക്കുകയായിരുന്നു കുറെ. അവന് ഇപ്പൊ 3 years ആയി. അവന്റെ പേരെന്താ? യുവാൻ. ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞങ്ങളെ എല്ലാവരും ഫ്രണ്ടിലായിരുന്നു. ഹായ് ഫിഷി ഡോക്ടേഴ്സ്. ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് നീറ്റിന് 700 മാർക്ക്. ഇന്ത്യയിലെ ഏത് ടോപ്പ് മെഡിക്കൽ കോളേജിൽ വേണമെങ്കിലും പോകാനുള്ള അവസരം ഉണ്ടായിട്ടും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്ത് അവിടെ പഠിക്കാൻ ആഗ്രഹിച്ചു വന്ന സൈലത്തിന്റെ ഒരു ഫ്യൂച്ചർ ഡോക്ടറാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാണാനായിട്ട് കാത്തിരുന്ന നമ്മളുടെ ഫ്യൂച്ചർ ഡോക്ടർ, നമ്മുടെ സ്വന്തം ഫ്യൂച്ചർ ഡോക്ടർ അലീഷ അബ്ദുൽ നാസർ. അപ്പം അലീഷയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയണം. എങ്ങനെയായിരുന്നു ഇവിടെ വരെയുള്ള ജേർണി, ഇപ്പോഴത്തെ ലൈഫ് എങ്ങനെയുണ്ടെന്നൊക്കെ വിശേഷങ്ങൾ അറിയണം. സോ നമുക്ക് അലീഷയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഡോക്ടർ അലീഷ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. മോൾക്ക് നല്ല റിസൾട്ട് ആയിരുന്നു, നല്ല റാങ്ക് ആയിരുന്നു. ആൻഡ് ഓൾസോ മോൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ പഠിക്കാനും പറ്റി അല്ലേ? സോ ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? ലൈഫ് മീൻസ് ലൈക്ക് നല്ല അഡ്ജസ്റ്റ് ആയി വരുന്നുള്ളൂ. കാരണം സ്കൂൾ ലൈഫ് വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഈ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ അവർ കുറേ സ്പൂൺ ഫീഡ് ചെയ്ത് തരും. പക്ഷേ MBBS എന്ന് പറയുന്നത് ഓൾറെഡി കുറേ വോളിയുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ മെല്ലെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ, ഇത്ര പഠിക്കാനുണ്ട് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒപ്പം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കോളേജ് തന്നെ സപ്പോർട്ട് ഉണ്ട് നന്നായിട്ട്. സീനിയേഴ്സിൻ്റെ ഭാഗം തന്നെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അവർ അക്കാഡമിക് ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞുതരും. ഈ റാഗിങ് ഒക്കെ പേടിച്ച് വരുന്നവർക്ക് ലൈക്ക് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഓ ദാറ്റ്സ് നൈസ്. അതൊരു നല്ലൊരു റിലീഫ് അല്ലേ കേൾക്കുമ്പോൾ തന്നെ? ഒരുപാട് പേർക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവുന്നു. അത് ഭയങ്കര വെൽക്കമിങ് ആണ് സീനിയേഴ്സ്. നമ്മളപ്പോ 12th പഠിച്ച കുറെ ബേസിക്സ് ബയോളജിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും ആണെങ്കിലും ഇപ്പൊ അത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ? +2 പഠിച്ചതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ +2ന്റെ ബേസിക്സ് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്തിലേക്കാണ് അവർ ഫസ്റ്റ് ഇയർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ കുറേ വേർഡ്സൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. ബട്ട് ബയോകെമിസ്ട്രി പോലത്തെ സബ്ജക്ട്സിലൊക്കെ കുറച്ചും കൂടി ഒരു കെമിക്കൽസിൻ്റെ പേരും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു പുതിയ സബ്ജക്റ്റ് പോലെ തോന്നും. ബട്ട് കുറേയൊക്കെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ +2 പഠിച്ചത് തന്നെയാണ്. ഏതൊരു നീറ്റ് ആസ്പിരന്റിന്റെയും ഡ്രീമാണ് എയിംസ് ക്യാമ്പസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ മോൾക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് ഏത് എയിംസിൽ വേണമെങ്കിലും കയറായിരുന്നു. ടോപ്പ് ഏത് എയിംസോ ജിപ്മറോ ഏത് ടോപ്പ് കോളേജിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കായിരുന്നു. ബട്ട് ദെൻ വൈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്? എന്തുകൊണ്ടാണ് മോൾ ഇവിടെ തന്നെ പഠിക്കാൻ ചൂസ് ചെയ്തത്? നീറ്റ് ചൂസ് ചെയ്തപ്പോൾ തന്നെ ലൈക്ക് വീട് അടുത്താണ്, എനിക്ക് മെഡിക്കൽ കോളേജിൽ പോയി വരിക, അങ്ങനെ ഒരു എയിം കണ്ടിട്ടാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തത്. പിന്നെ എന്താ ലൈക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർ ആദ്യം പറയണത് കോളേജിലേക്ക് പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ എനിക്കറിയാം. ലൈക്ക് എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും ഇപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് കോളേജ് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഈ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും. പിന്നെ എയിംസ് എന്ന് പറയുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് പുതിയ എൻവയറമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരിക, പിന്നെ അതിന്റെ കൂടെ പുതിയ സബ്ജക്ട്സ് പഠിക്കുക. പക്ഷെ മോളപ്പൊ ഇവിടെ പഠിക്കണം ആഗ്രഹിച്ച് തന്നെ പഠിച്ചതായിരുന്നു അല്ലെ? അപ്പൊ നമ്മള് ഇതിന് നീറ്റിനൊക്കെ പഠിച്ചു തുടങ്ങിക്കൊണ്ടിരുന്നപ്പോ ആദ്യം നമുക്ക് ഭയങ്കര സ്കോറൊന്നും കിട്ടൂലല്ലോ. അപ്പോ തോന്നിയിരുന്നോ, അതായത് എനിക്ക് നീറ്റിൽ 700+ ഒക്കെ കിട്ടും, ഇത്രയും മാർക്കൊക്കെ കിട്ടും തോന്നിയിരുന്നു? അപ്പൊ ആദ്യത്തെ JBക്ക് 10 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത ടൈമിൽ ഉണ്ടാവുന്ന ആ സീരിയസ്നെസ് ഒക്കെ കാരണം എനിക്ക് 701 സ്കോർ കിട്ടിയത്. പക്ഷെ അതിന് വേണ്ട ലോഡ് കൂടിയപ്പോ, ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടിയപ്പോ എന്റെ മാർക്ക് അപ്പൊ എന്താ എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ എഫേർട്ട് ഇടുന്നത് എപ്പോഴും കൺസിസ്റ്റന്റ് ചെയ്യണം. ഇപ്പോൾ ഡെയിലി 10 hours പഠിക്കുകയാണെങ്കിലും ഞാൻ 10 hours എല്ലാ ദിവസവും അങ്ങനെ പഠിക്കും. പലപ്പോഴും എനിക്ക് മാർക്ക് നല്ല ഡൗൺ ആയിട്ടുണ്ട്. കുറച്ചു നേരം കഴിയും, ബട്ട് നമ്മളപ്പോ അവിടെ നിന്ന് എന്താ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ ഒന്നുകൂടി വർക്ക് ചെയ്ത് അതുപോലെ മിസ്റ്റേക്കുകൾ നമ്മൾ എന്തായാലും നോക്കണം. നമുക്കിങ്ങനെ മാർക്ക് കുറയും, ഒരുപാട് കുറയും. പക്ഷെ നമ്മൾ എഫേർട്ട് എത്തില്ല എന്നുള്ള ഒരു ബിലീവ് നമുക്കുള്ളിൽ ഉണ്ടെങ്കിൽ പിന്നെ പേപ്പർ കാണുമ്പോൾ നമുക്ക് പേടിയുണ്ടാവില്ല. ലൈക്ക് നീറ്റ് എക്സാം കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത്. ലൈക്ക് ഞാൻ ആവശ്യത്തിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. മാർക്ക് എത്ര കുറഞ്ഞാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നിയാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോ ഹാപ്പി ആയോ? ഹാപ്പിയായി. പിന്നെ എന്താ പറയുക, ലൈക്ക് മോക്ക് ടെസ്റ്റിനൊക്കെ എനിക്ക് 620, 630 അറേഞ്ച് 700 ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എനിക്കെന്തോ എക്സാം ഹാളിൽ എത്തിയപ്പോൾ എനിക്കുള്ളിൽ ഇങ്ങനെ സമാധാനം, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടും. ആ ഒരു ബിലീഫ് മുന്നോട്ട് പോവുക. അപ്പോൾ ക്യാമ്പസ് ലൈഫില് MBBS സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താ? MBBS എന്നുള്ള കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട്, കുറേ പഠിക്കാനുണ്ടാവും,
ഒരുപാട് പഠിക്കാറുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ കോളേജിൽ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നീറ്റിന് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളോ ലൈക്ക് ടാലൻസോ അല്ലെങ്കിൽ ഹോബീസ് നമ്മൾ ഒരുപാട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈവൻ നമുക്കൊരു പുതിയ ഒരു സ്കില്ല് പഠിക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ സൈഡിലോട്ട് മാറ്റി സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുക. ബട്ട് ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഇപ്പം നമുക്ക് പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ സ്പീക്കിങ്ങോ അല്ലെങ്കിൽ സ്പോർട്സ് ആവട്ടെ ആർട്സ് ആവട്ടെ എല്ലാത്തിനും നമുക്ക് ക്ലബ്സും കോമ്പറ്റീഷൻസും ഒക്കെ ഉണ്ട്. ഈവൻ ഇപ്പോൾ റീസെൻ്റ്ലി കലോത്സവം നടന്നിട്ടുള്ളൂ. നമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ നടത്തുന്ന അതേ ആവേശത്തിലാണ് ഇവിടെയും കലോത്സവം. അപ്പൊ ഫുൾ പഠിത്തമല്ല, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ ക്യാമ്പസ് ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണോ അതേപോലെ. ദാറ്റ്സ് നൈസ് അല്ലേ, അടിപൊളിയല്ലേ അത്. അപ്പൊ ക്യാമ്പസിന്റെ വിശേഷമൊക്കെ മോള് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇനി അറിയേണ്ടത് സൈലത്തിലെ ലൈഫ് എങ്ങനെയായിരുന്നു. അതായത് മോള് വന്ന ഏത് സ്റ്റേജിലാണ് സൈലത്തിലേക്ക് കടന്നു വന്നത് ആൻഡ് ഹൗ സൈലം ഇൻഫ്ലുവൻസ്ഡ് യു? അപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് അധികം സ്കോർ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് കുറച്ച് ഡിപ്രഷൻ്റെ ഒക്കെ ആയിരുന്നു. പിന്നെ ഭയങ്കര റിഗ്രറ്റ്സ് ഉണ്ടായിരുന്നു ശരിക്കും പ്രിപ്പയർ ചെയ്യാത്തതിന്. പിന്നെ എന്തായാലും ഞാൻ ഡോക്ടർ ആവണം, എനിക്ക് അങ്ങനത്തെ ഒരു എയിം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ കോഴ്സൊന്നും ചൂസ് ചെയ്യാതെ എൻട്രൻസിന് റിപ്പീറ്റ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എൻട്രൻസ് കോച്ചിങ്ങിന്. സൈലം ഞാൻ ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ അവരുടെ ടീച്ചിങ് മെത്തേഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിക്ക് ഭയങ്കര ഒരു ഫൺ വേയിലാണ് അവർ പഠിപ്പിക്കുക. ക്ലാസ്സിൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല അങ്ങനെ. പിന്നെ ഈ ഹൈബ്രിഡ് സിസ്റ്ററിലെ ലൈക്ക് നമുക്ക് ഒരു സാധനം 2 പ്രാവശ്യം പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി, ഇങ്ങനെ പോയാൽ എനിക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈലത്തിൽ വന്നത്. സൈലത്ത് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചാൽ DPP ആണ്. അപ്പോൾ അവരുടെ മെറ്റീരിയൽസ് ഒരുപാട് ബുക്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് അതൊക്കെ ഉണ്ട്. സോ എനിക്ക് എല്ലാവരും ഉപകരണപ്പെട്ടത് ഈ DPP ആണ്. DPP മീൻസ് ഓരോ JBക്കും നമ്മളൊരു 4 to 5 ടൈംസ് എങ്കിലും നമ്മളത് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. JBന്റെ കൂടെ പോയാൽ തന്നെ ലൈക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരു DPP കുറേ പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ പറയുക കാണാതെ പഠിക്കും. ലൈക്ക് ഇപ്പം ഞാൻ നീറ്റ് ചെയ്തുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു. ലൈക്ക് കോൺസെപ്റ്റ്സ് ഒന്നും അങ്ങനെ വരുന്നില്ല, ബട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഒരു മസിൽ മെമ്മറി ഉണ്ടാവില്ലേ, അങ്ങനെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഏതൊക്കെ പാർട്ടിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്തത് താഴെ നമ്മൾ വന്നു പോകും. കാരണം അത്രയും ടൈംസ് നമ്മൾ അടിയത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നീറ്റ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഏത് ഏരിയന്നാണ് ചോദിക്കുക. അപ്പൊ ഡോക്ടർ അലീഷ എനിക്ക് എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തന്നു. ക്യാമ്പസ് ലൈഫൊക്കെ അടിപൊളിയാണ്. സൈലം മോളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, സൈലത്തിന്റെ ടീച്ചേഴ്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റേഴ്സ്, ഹോസ്റ്റൽ ലൈഫ്, ഇതൊക്കെ മോളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജാണ്. അതായത് 6 മാസം ഇനി ഉള്ള സമയമേ ഉള്ളൂ, അപ്പൊ മിസ് ഇനി പഠിച്ചാൽ കിട്ടുമോ, ഞാനിപ്പോൾ 0 ലെവലിലാണ് നിൽക്കുന്നത്, അല്ലെ ഞാൻ പഠിച്ചൊന്നും ഓർമ്മയില്ല, ഞാൻ ഇനി അങ്ങോട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തവരുണ്ട്, പഠിത്തം ഇനി റെഡി ആയിട്ട് കൊണ്ടുപോകാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ അറിയാം, അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണത്. അപ്പൊ മോൾക്ക് ഇവരോട് എന്താ പറയാനില്ല? ആദ്യം നമ്മൾ ഇനിയുള്ള ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കഴിയുന്നതും നമ്മളത് പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കാം. അപ്പോൾ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കാം മീൻസ് ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് 10 hours പഠിക്കുകയാണെങ്കിൽ ഡെയിലി 10 hours, അല്ലെങ്കിൽ 15 hours പഠിക്കുകയാണെങ്കിൽ ഡെയിലി 15 hours. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് പലർക്കും ലൈക്ക് നീറ്റ് എക്സാമുകളിൽ പോയാൽ നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ബ്ലാങ്ക് ആയിരിക്കും. ബട്ട് ലൈക്ക് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ഒരു മസിൽ മെമ്മറി ഉണ്ടാവും. ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കൊരു മസിൽ മെമ്മറി ഉണ്ടാവും. താനേ ആ ക്വസ്റ്റ്യൻ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. തിയറി അടന്നോട്ടെ, മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ആകുമ്പോൾ എല്ലാതും ശരിയായിക്കോളും. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സൊക്കെ താനേ എക്സാമുകളിൽ വേണം. അപ്പൊ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് അവർക്കൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാലോ? അപ്പൊ സൈലത്തിന്റെ എല്ലാ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനും നമ്മുടെ ഡോക്ടർ അലീഷ ഫ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വിഷിംഗ് യു ഓൾ എ വെരി ബെസ്റ്റ്. ഇങ്ങനെ കാണിക്കും. ഓൾ ദി ബെസ്റ്റ്.